തിരുവനന്തപുരത്ത് ഒരു മധ്യവയസ്കയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട്. റിനു ശ്രീധർ ഉണ്ട് നമുക്കൊപ്പം. പേരൂർക്കട സ്വദേശിയെ ഗോപകുമാറാണ് പ്രതി. ഇയാളെ ഇപ്പോൾ വിതുര പോലീസ് പിടികൂടിയിട്ടുണ്ട്. കാപ്പ കേസ് പ്രതിയാണ് അറസ്റ്റിലായ ഗോപകുമാർ എന്നറിയുന്നു. കൂടുതൽ വിവരങ്ങൾ റിനു ശ്രീധർ നൽകും. റിനു, ഗുഡ് മോർണിംഗ്. റിനു, എന്താണ് ഈ തിരുവനന്തപുരത്ത് സംഭവിച്ചത്? പേരൂർക്കടയിൽ ഇയാൾ ഈ മധ്യവയസ്കയെ വല്ലാതെ ഉപദ്രവിച്ചോ? അരുൺകുമാർ, ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം വിതുരയിലെ തേവിയോട് ജംഗ്ഷനിൽ മധ്യവയസ്ക ബസ് കാത്തിരിക്കുന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഈ ഗോപകുമാർ. പേരൂർക്കട സ്വദേശിയാണ്. 10 വർഷമായി വിതുരയിൽ താമസിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവരെ ആനപ്പാറ ജംഗ്ഷനിലേക്ക്, ഇവരുടെ വീട്ടിലേക്ക് ഇറക്കാമെന്ന് പറഞ്ഞാണ് ഈ വാഹനത്തിലേക്ക് കയറ്റുന്നത്. അതിനുശേഷം മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അവിടെ വെച്ച് ഈ ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ വെച്ച് ഈ മധ്യവയസ്കയെ കടന്ന് പിടിക്കുകയും പീഡിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് അവർ വിളിച്ച് ബഹളം വയ്ക്കുമ്പോൾ വീട്ടിൽ ആക്കാമെന്ന് സമ്മതിക്കുകയും തിരിച്ച് മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയും വീണ്ടും കടന്നുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഈ മധ്യവയസ്ക ഓട്ടോറിക്ഷയിൽ നിന്ന് എടുത്തു പുറത്തേക്ക് ചാടി തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ രക്ഷപ്പെട്ടെത്തുന്നു. അതിനുശേഷം അവിടെയുള്ള നാട്ടുകാരോട് പറയുകയും വിതുര പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. തുടർന്നാണ് വിതുര SI മുഹസിൻ മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ ഗോപകുമാറിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. നിലവിൽ 6ഓളം പീഡന കേസ് ഈ ഗോപകുമാറിനെതിരെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാപ്പ കേസ് പ്രതിയുമാണ് ഈ ഗോപകുമാർ എന്നാണ് നമുക്ക് പോലീസ് നൽകുന്ന വിവരം. നിലവിൽ നെടുമങ്ങാട് കോടതിയിൽ ഇയാളെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പീഡന ശ്രമത്തിനിടെ ചില പരിക്കുകൾ ഈ സ്ത്രീക്ക്, മധ്യവയസ്കയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. അവർ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. അരുൺകുമാർ. ഓക്കെ, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് വിതുര സ്വദേശിയായ മധ്യവയസ്കയാണ് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമം നടന്നത്. ഇയാൾ കാപ്പ കേസിൽ പ്രതിയാണ് ഈ ഗോപകുമാർ എന്ന് പറയുന്നയാൾ. എന്തായാലും പിടിച്ചിട്ടുണ്ട്. എന്തായാലും ആ ശ്രമത്തിനിടയിൽ ആ മധ്യവയസ്കയ്ക്ക് കുറച്ച് പരിക്കേറ്റിട്ടുണ്ട്. വല്ലാതെ പരിഭ്രമിച്ചിട്ടുണ്ടാവും. അതും തുടർന്ന് പിന്നാലെ പോയി പീഡിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള ക്രിമിനലുകളൊക്കെ, സൈക്കോ ക്രിമിനലുകളൊക്കെ ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ.